ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ദി ഗാർഡൻ മേക്കർ. നമ്മുടെ ചാനലിലൂടെ കുറേയധികം താമര വെറൈറ്റികളെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഫെബ്രുവരി മുതൽ സെപ്റ്റംബർ വരെ താമരകളുടെ വസന്തകാലമാണ്. ഈ വസന്തകാലത്തിൽ ജൂൺ മാസത്തിലാണ് സഹസ്രദളം പോലെയുള്ള താമരകൾ പൂക്കുന്നത്. എല്ലാവിധം താമരകളും ഈ സമയത്ത് പെട്ടെന്ന് പൂവിടുന്നതാണ്. പക്ഷേ ഈ സമയത്ത് താമരകൾക്ക് കുറേയധികം പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. അതുകൂടി നിങ്ങൾക്ക് വേണ്ടിയൊന്ന് പരിചയപ്പെടുത്താൻ. ഈ ചിത്രത്തിൽ കാണുന്ന താമരമുട്ട് നിങ്ങൾ കണ്ടല്ലോ, ഇത് വിരിയാതെ ഇതുപോലെ താമരമുട്ടുകൾ വന്നിട്ട് വിരിയാതെയാകും. അത് ഈ മഴക്കാലത്തെ ഒരു പ്രധാന പ്രശ്നമാണ്. നന്നായിട്ട് ഏതിനം താമരയും ഈ സമയത്ത് പൂവിടും എന്ന് വെച്ചാൽ മുട്ട് വരും, പക്ഷേ അത് വിരിയാനായിട്ട് ആകാറില്ല. ഇതുപോലെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇത് കാമിലയുടെ ബഡാണ്. ഈ ബഡും ശരിക്ക് വിരിഞ്ഞു വരാറില്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴ മൂലമാണ് ഇങ്ങനെ കൂടുതലും സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും പുതിയ ഇനം താമര വെറൈറ്റി മുട്ടിട്ട് കാണുമ്പോൾ നമ്മൾക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ അത് ശരിയായിട്ട് വിരിഞ്ഞു വരാതിരിക്കുമ്പോൾ നമ്മൾക്ക് ചില വിഷമങ്ങളുണ്ടാകും. അതുപോലെ താമരകളെ ബാധിക്കുന്ന കുറേയധികം പ്രശ്നങ്ങളുണ്ട്. അതിനെല്ലാം നമുക്കൊന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ നിസ്സാരമായിട്ട് നമുക്ക് പ്രതിരോധിക്കാവുന്നതേ ഉള്ളൂ. കണ്ടിന്യൂസ് മഴ വീഴുന്നത് കൊണ്ടാണ് ഈ താമരയുടെ ഇലകളിലെല്ലാം ഇതുപോലെയുള്ള ചെറിയ ചെറിയ പുള്ളിക്കുത്തുകളും ഒക്കെ ഉണ്ടാകുന്നത്. ആ ഇലകളെ നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ അതിന് യാതൊരു പ്രശ്നങ്ങളുമില്ല. താമരയിൽ നിന്നും കുറച്ച് ഇലകൾ കളഞ്ഞു എന്നും പറഞ്ഞ് അതിനൊരു പ്രശ്നവും ഉണ്ടാകുന്നില്ല. അതുപോലെ നമ്മുടെ വാട്ടർ പ്ലാന്റ്സിലെ കൊതുക് പെരുകുന്നത് തടയാനായിട്ട് നാം അസോള ഇട്ട് സംരക്ഷിക്കാറുണ്ട്. അസോള ഇടും, കൂടെ നമ്മൾ ഗപ്പിയേയും കൂടെ ഇടാറുണ്ട്. പക്ഷേ ഈ ഗപ്പിയെ ചിലപ്പോഴൊക്കെ തവള വന്ന് നശിപ്പിച്ച് കളയാറുണ്ട്, തവള ഭക്ഷണമാക്കും. അതുകൊണ്ട് നമ്മൾ അസോള ഉപയോഗിക്കുമ്പോൾ കൊതുക് മുട്ടയിടാറില്ല അസോള ശരിക്ക് സ്പ്രെഡ് ചെയ്ത് കിടക്കുമ്പോൾ. അപ്പോൾ ഈ അസോള കൂടുതലായിട്ട് നമ്മുടെ വാട്ടർ പ്ലാന്റ്സിലാകുമ്പോൾ അതിനെല്ലാം ആഴ്ചയിലൊരിക്കലൊന്ന് എടുത്ത് കളയണം. എടുത്ത് കളയുന്നെന്ന് പറയുന്നത് നമ്മുടെ പച്ചക്കറികൾക്ക് ഉപയോഗിക്കാം, കോഴിക്ക് തീറ്റയായിട്ട് കൊടുക്കാം, പിന്നെ ചെടികൾക്ക് തന്നെ വളമായിട്ട് കൊടുക്കാം. ഇതിനെല്ലാം അസോള ഉപയോഗപ്പെടുത്താം. അപ്പോൾ ആഴ്ചയിലൊരിക്കൽ ഈ അസോള ഒന്ന് കുറച്ച് ഒരു ചെറിയ അരിപ്പ് വെച്ച് കോരി അതിനെ ചെടികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം നമുക്ക്. അതെല്ലാം ഒന്ന് വൃത്തിയാക്കി നമ്മുടെ ടബ്ബുകളെല്ലാം ഒന്ന് ക്ലീനാക്കി വയ്ക്കാം. മഴക്കാലത്താണ് ഇത് ഏറ്റവും കൂടുതൽ നമ്മളെ ബാധിക്കാറുള്ളത്. അതുപോലെ പുഴുക്കൾ വരാറുണ്ട്. ഈ താമരയുടെ ഇലകളിൽ നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ കാണാൻ കഴിയും ഒരുപാട് പുഴുക്കളുണ്ട്. കറുത്ത കളറുള്ളതുണ്ട്, ആഷ് കളറുള്ളതുണ്ട്, ഇലയുടെ തന്നെ കളറുള്ളതുണ്ട്. അങ്ങനെ ധാരാളം പുഴുക്കൾ വരാറുണ്ട്. അപ്പോൾ ഈ ഇലകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിക്കളയണം. അതുപോലെ ആ പുഴുവിനെയും എടുത്ത് നശിപ്പിച്ച് കളയണം. പിന്നെ ബഡുകളൊക്കെ വന്നാൽ അതിന് കൃത്യമായിട്ട് നമ്മളൊരു താങ്ങ് വെച്ച് അതിനെ കെട്ടിക്കൊടുത്താലേ കാറ്റത്ത് വീഴാതിരിക്കുകയുള്ളൂ. പിന്നെ ഉണ്ടാകുന്നൊരു പ്രശ്നമെന്ന് പറയുന്നത് ഒച്ചാണ്. ഒച്ച് മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ പെരുകുന്നത്. ആ ഒച്ചിനെ കളയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ തുരിശ്, നിങ്ങൾക്കറിയാം വളക്കടകളിലൊക്കെ നമുക്ക് കിട്ടും. ആ തുരിശ് മേടിച്ച് ഒരു ചെറിയ 2-3 പിന്നെ ക്രിസ്റ്റൽ രൂപത്തിലുള്ള ആ തുരിശ് ഓരോ ടബിലേക്കും ഇട്ട് കൊടുത്തിട്ട് ഒരു ദിവസം ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ടബിലെ കംപ്ലീറ്റ് വെള്ളവും റിമൂവ് ചെയ്ത് തുരിച്ചിടുമ്പോൾ നാം ശ്രദ്ധിക്കണം, ഗപ്പിയുള്ള ടബുകളിൽ ഇടരുത്. അല്ലെങ്കിൽ ഗപ്പിയെ അതിൽ നിന്ന് മാറ്റിയതിന് ശേഷമേ ഇടാവൂ. അപ്പോൾ ഈ തുരിച്ചിട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ടബിൽ കാണുന്ന ഈ ഒച്ചും അതിൻ്റെ മുട്ടകളും എല്ലാം ചത്തിരിക്കുകയാണ്. ഇനി ഇതിനെല്ലാം ബ്രഷ് ഉപയോഗിച്ച് വൃത്തിയാക്കി കളഞ്ഞ് ടബ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടേ അടുത്ത വെള്ളം അതിനകത്ത് ഫില്ല് ചെയ്യുകയുള്ളൂ. അങ്ങനെ ഒരു 2-3 പ്രാവശ്യമൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഈ ഒച്ചുകളെയൊക്കെ കുറച്ചൊക്കെ നശിപ്പിച്ച് കളയാനായിട്ട് പറ്റും. അതുപോലെ ഇലയുടെ അടിയിൽ ഇതുപോലെ ഒച്ചിരുന്നിട്ട് ശരിക്കും മുട്ടയിട്ടങ്ങ് പെരുകും. അതെല്ലാം ഈ ഒച്ചിൻ്റെ വംശവർദ്ധനവിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നാം ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ പായൽ, ഈ കാണുന്ന പായൽ ഇതുപോലെ ചെറിയ നാര് പോലെ നമ്മുടെ ടബുകളിൽ കാണും. അതിനെയെല്ലാം ഒന്നുകിൽ ഒരു കമ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈകൊണ്ടോ വാരി കളഞ്ഞ് വൃത്തിയാക്കി എടുത്താൽ മാത്രമേ ടബ് വൃത്തിയാവുകയുള്ളൂ. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വല, ഒരു ടബിൽ നിന്ന് നമ്മൾ അസോള എടുത്തിട്ട് മറു ടബിലേക്ക് ഇടുമ്പോൾ അതിൽ കുറച്ച് പായലുകൾ ഇതുപോലെ കിട്ടും. അതാണ് ഈ ഓരോ ടബിലേക്കും ഇതിങ്ങനെ പെരുകാനായിട്ട് ഇടയാകുന്നത്.
അപ്പോൾ അതിനെയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കളയണം. അങ്ങനെ ഇന്നത്തെ എൻ്റെ പണി ഇതെല്ലാമാണ്. ഇങ്ങനെ ടബുകളെല്ലാം ഒന്ന് ക്ലീനാക്കി ഇനി ഇതിനെല്ലാം നന്നായിട്ട് ക്ലീനാക്കിയിട്ട് വേണം അടുത്ത വെള്ളം നിറയ്ക്കാനായിട്ട്. മഴ കാരണം ശരിക്ക് സമയമെടുത്താണ് ഇത് ചെയ്യുന്നത്. മഴ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തോരുന്ന സമയത്താണ് ചെയ്തത്. അങ്ങനെ കുറച്ചൊക്കെ വൃത്തിയാക്കി ഇതുപോലെയൊക്കെ വെള്ളം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വിരിയാതെ നിൽക്കുന്ന ബഡ്ഡുകളെയൊക്കെ നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് വിരിയിച്ച് കൊടുക്കാം. വിരിയിച്ച് കൊടുത്താൽ ചിലപ്പോൾ നമ്മുടെ നല്ലപോലെ വിടർന്ന് വരത്തില്ല. അത് ഈ മഴയുടെ പ്രശ്നം കൊണ്ടാണ്. പിന്നെ താമര ഈ സമയത്ത് നട്ടാൽ ഏത് താമരയും നന്നായിട്ട് പിടിക്കും. അതൊന്നും ഒരു പ്രശ്നമില്ല. റണ്ണർ നട്ടാലും പിടിക്കും, ട്യൂബർ നട്ടാലും പിടിക്കും, ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് താമര നടുന്നതിന് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നേണ്ട കാര്യമില്ല. പുതിയ പുതിയ ഒരുപാട് വെറൈറ്റി താമരകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഭീം, സൂര്യമുഖി, മയൂരി, S1 അങ്ങനെ ഒരുപാട് വെറൈറ്റീസ്, കാമില, പിന്നെ റെഡ് ഈഡൻ, ഒക്ടോപ്പസ് ഇതെല്ലാം പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഈ താമരകളുടെ എല്ലാം ട്യൂബറുകൾ ലഭ്യമാകുന്ന മുറയ്ക്ക് സ്റ്റാറ്റസ് ഇടുകയും അതുപോലെ നമ്മുടെ ചാനലിലൂടെ അറിയിക്കുകയും ചെയ്യും. വാട്ടർ പ്ലാന്റ്സ് എല്ലാം വളരെ നന്നായിട്ട് സംരക്ഷിച്ച് നിർത്താനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. ഇതുപോലെ തന്നെയാണ് ആമ്പലുകളും സംരക്ഷിക്കേണ്ട. ആമ്പലിൻ്റെയും കരിഞ്ഞ ഇലകളും അഴുകിയ ഇലകളും എല്ലാം ആ ടബിൽ നിന്ന് മാറ്റിക്കളയണം. മാറ്റിക്കളഞ്ഞ് ടബ് എപ്പോഴും വൃത്തിയായിട്ട് വേണം സൂക്ഷിക്കാനുള്ളത്. അതുപോലെ നമ്മുടെ കൊഴിഞ്ഞു വീഴുന്ന താമരയുടെ പൂക്കളുടെ അല്ലികൾ അതിനെല്ലാം പറക്കി കളഞ്ഞ് വൃത്തിയാക്കണം. അതുപോലെ ആമ്പലിൻ്റെയും അഴുകിയ ഇലകളും എല്ലാം വൃത്തിയാക്കി ടബ് എപ്പോഴും നീറ്റായി സൂക്ഷിച്ചാൽ നമുക്ക് നല്ല പൂക്കൾ കാണാൻ കഴിയും. അതുപോലെയാണ് പിന്നെ ഈ താമരയ്ക്കും ആമ്പലിനും കൃത്യമായ വളപ്രയോഗങ്ങൾ നടത്തേണ്ടത്. വളപ്രയോഗത്തിനായി ഞാൻ കൊടുക്കുന്നത് DAP എന്ന വളവും NPK 19-19-19 എന്ന വളവുമാണ് കൊടുക്കുന്നത്. അത് ഒരു പ്രാവശ്യം NPK കൊടുക്കുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം DAP കൊടുക്കും. അത് 15 ദിവസത്തെ ഇടവേളകളിലാണ് ഈ താമരയിലും ആമ്പലിലും എല്ലാം കൊടുക്കുന്നത്. അത് താമരയ്ക്കാണെങ്കിൽ ടബിൻ്റെ മധ്യഭാഗത്ത് ചെളിയിലേക്ക് ഒരു ചെറിയ പേപ്പറിൽ പൊതിഞ്ഞ് ഒരു ഐസ്ക്രീം സ്പൂണിൽ കൊള്ളുന്ന NPK അല്ലെങ്കിൽ DAP പൊതിഞ്ഞ് ടബിൻ്റെ മധ്യഭാഗത്തേക്ക് വെച്ച് കൊടുക്കും. ആമ്പലിനാണെങ്കിൽ ടബിൻ്റെ സൈഡിലാണ് വെച്ച് കൊടുക്കേണ്ടത്. കാരണം ആമ്പലും താമരയും നടുന്നത് നമ്മുടെ നേരത്തെയുള്ള വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെ വളർച്ച എങ്ങനെയാണെന്നും റണ്ണർ ഓടിപ്പോകുന്നതും ആമ്പൽ എങ്ങനെയാണ് വളരുന്നതും എല്ലാം. അതുകൊണ്ടാണ് ഇതേ പൊസിഷനിൽ ടബിൽ വളം പ്രയോഗം നടത്തണമെന്ന് പറയുന്നത്. കൃത്യമായ വളപ്രയോഗവും പരിചരണവും ഉണ്ടെങ്കിൽ താമരയും ആമ്പലും വളരെ നന്നായി നമ്മുടെ വീട്ടുമുറ്റങ്ങളിൽ വളർത്തി മനോഹരമായ പൂക്കൾ കാണുവാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.